തുടർന്ന് കാനമച്ചൻ നമ്മോട് സംസാരിക്കും. സ്തോത്രം. അച്ഛനെ കരമടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുരുങ്ങിയ സമയമേ കൊടുക്കുവാൻ കഴിയുന്നുള്ളൂ. അച്ഛൻ അത് ഉൾക്കൊള്ളണം. സന്തോഷത്തോടെ അല്പവാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. നമ്മുടെ ജനറൽ കൺവെൻഷൻ്റെ സമാപന ഭാഗത്താണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു, വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്നാൽ വേറെ ഒരു വാക്യം കൂടെ പോകുന്നത് പ്രയോജനം. ഇതെല്ലാം സമന്വയിപ്പിച്ചെടുക്കുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ ഞാൻ സാമാന്യം ദീർഘമായി സംസാരിച്ചതാണ്. ഇന്ന് ആരാധനയോടുകൂടെ നമ്മൾ ഈ പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതിൽ ഞാൻ സംതൃപ്തനാണ്. നമ്മുടെ മെയിൻ തീം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കൊയ്ത്തിനായി ഒരുമിച്ച് മുന്നോട്ട് എന്നുള്ളതാണ്. അതിന് നാനാവശങ്ങളെക്കുറിച്ച് ദേവദാസന്മാർ പല സന്ദർഭങ്ങളിലായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആവർത്തനം ആവശ്യമില്ല. കൊയ്യുക എന്നൊക്കെയുള്ള ആ പ്രയോഗം അതൊരു ഫിഗറേറ്റീവ് ആലങ്കാരിക പ്രയോഗമാണെന്ന് ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. ആത്മാക്കളെ നേടിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പച്ച മലയാളം. ഒരുപക്ഷെ നമ്മൾ ആ കൂട്ടത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വാക്യമായിരിക്കാം. അതോ എൻ്റെ അസാന്നിധ്യത്തിൽ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വാക്യം ഇതാണ്. അതാ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തേട്ടി വരുന്നത്. കൊയ്ത്ത് കഴിഞ്ഞു, പാലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെ വരരുത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ജനിച്ച് വളർന്ന് അതിൻ്റെ ആചാര്യനായിട്ട് ഒരു 10 വർഷത്തോളം കൂദാശകളുടെ ദാസനായിട്ട് ശുശ്രൂഷിച്ചു. അതിൻ്റെ വിഫലതയും അതിൻ്റെ മറിമായും ഒക്കെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ ഞാനതിനോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംതൃപ്തനാണ്. കാരണം സിമ്പിൾ ഗോസ്പൽ, ലളിതമായ സുവിശേഷം, അതുപോലെ തന്നെ യാതൊരു ഉപാധിയുമില്ലാത്ത കൃപയാലുള്ള രക്ഷ, അതൊക്കെ അനുഭവിപ്പാനും അത് പ്രസംഗിക്കാനും ദൈവം എന്നെ ഒരു വക്താവാക്കി തീർത്തു. അതേക്കുറിച്ച് ഇന്ന് വരെ അപ്പോളജൈസ് ചെയ്യാനോ അതേ ക്ഷമാപണം എഴുതി കൊടുക്കാനോ ഒന്നും എനിക്ക് ഇടയായിട്ടില്ല. വെച്ച കാല് മുൻപോട്ട് തന്നെയാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചില ചിന്തകൾ 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു നിർത്തി ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. വൈ ഐ എം എ ക്രിസ്ത്യൻ. ഞാൻ എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നു? ഇന്ന് അനേകം ആളുകൾക്കും അതിനൊരു മറുപടി പറയാൻ കഴിയാതെ ഒരുമാതിരി അവ്യക്തതയിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നൊരു ചോദ്യമിട്ടാൽ പലരും മൗനം അവലംബിക്കുകയാണ്. ഞാൻ ആരെയും അധിക്ഷേപിച്ച് പറയുകയല്ല. കഴിഞ്ഞ ദിനങ്ങളിൽ പത്രത്തിൽ തുടർമാനമായിട്ട് വന്ന ഒരു വാർത്താശകലം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു മലയുടെ മുകളിൽ ഒരു പ്രകാശം ഉദിക്കുന്നു. ഒത്തിരി ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ ആ കാത്തിരിപ്പിന്റെ ഫലമായിട്ട് ആവേശ തളലിൽ 100 ചില്ലുവാനും ആളുകൾ മരിച്ചു. ഇത് സത്യമാണോ മിഥ്യയാണോ എന്നൊരു ചോദ്യം വന്നപ്പോൾ അതിലേക്ക് പ്രവേശിക്കേണ്ട എന്നാണ് ഗവൺമെന്റ് ഒടുവിലായിട്ട് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ആകട്ടെ.
ലോക മതങ്ങൾക്ക് ഇത്രടം വരെ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. സത്യമായാലും കൊള്ളാം, മിഥ്യയായാലും കൊള്ളാം, ജനങ്ങൾ പോകട്ടെ, വരുമാനം ലഭിക്കട്ടെ, ആളുകൾ ചാകട്ടെ. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം അതല്ല. അങ്ങനെയുള്ള ഒരു മാർഗത്തിൽ ഞാൻ ഒരിക്കലും ഒരു വിശ്വാസിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നെ വ്യക്തിപരമായി അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ആരുടെയും ശത്രുവല്ല. ആദർശയുദ്ധമല്ലാതെ ആളത്വ യുദ്ധം ഞാൻ ആരുമായിട്ട് ചെയ്യാറുമില്ല. ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ക്രിസ്തുവിനെ ഒരാൾ തരം താഴ്ത്തി പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനോട് കൂട്ടായ്മയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്, ആധികാരിക അടിസ്ഥാന സത്യങ്ങൾ ഒരാൾ തള്ളി പറഞ്ഞാൽ അവന് ഞാൻ കൈ കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെ ചില നിർബന്ധ സാഠ്യങ്ങൾ എനിക്ക് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ മറ്റു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ചില ചിന്തകൾ, ഒരു ക്രിസ്ത്യാനിയാകുക എന്ന് പറയുന്നതിനോളം ഭാഗ്യം വേറെ ഒന്നുമില്ല. ക്രിസ്ത്യാനിയായി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ അതിൽ ലജ്ജിക്കരുതെന്നും ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടിയതെന്നും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അഭിമാനത്തോടെ പറയണം, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലേ മാമോദിസ മുഖ്യൻ ആരാണ്ട് പറഞ്ഞു കേട്ടതല്ല, പിന്നെ സഭയുടെ രജിസ്റ്ററിൽ പേരെഴുതിയതല്ല, അത് പാപമൊന്നും ഞാൻ പറയുന്നില്ല, അതല്ല. പിന്നെയോ ഞാൻ എൻ്റെ ഉള്ളത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചതാണ് ഞാൻ ക്രിസ്ത്യാനിയാകുവാനുള്ള മാർഗം. അത് ഞാൻ ലജ്ജിക്കരുത്. ആ നാമം ഞാൻ ധരിച്ചിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് എനിക്ക് ചില നന്മകൾ എന്നല്ല, എല്ലാ നന്മകളും അതിൽ നിന്ന് മാത്രമാണ്. അതിൽ ഒന്നാമത്തെ എൻ്റെ സന്തോഷം, എനിക്കൊരു സെക്യൂരിറ്റി, ഒരു ഉറപ്പ് കിട്ടിയെന്നുള്ളതാണ്. വഴുതല്ലോ, ഈ ചില ആളുകളോട് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്താൽ വാതോരാതെ അവർ സംസാരിക്കും. റെഡി ആൻസർ. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ചിട്ടേ പറയാൻ ഒക്കുള്ളെന്നാണ് പറയും. അവിടെയാണ് നമ്മുടെ വൈഷമ്യം. ഏറ്റവും നിർണയത്തോടുകൂടി നമ്മൾ പ്രസ്താവിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ആത്മരക്ഷ. ഞാനൊരു ദൈവ പൈതലായിരിക്കുന്നു, അതിന് ഞാൻ ഒന്നും കൊടുത്തതല്ല, എന്റെ അധ്വാനത്താൽ ലഭിച്ചതുമല്ല. മുടിയൻ പുത്രൻ അപ്പന്റെ വീട്ടിൽ വന്ന് നിലവിളിച്ചപ്പോൾ, അപ്പനോട് നിരന്നപ്പോൾ അവന് ലഭിച്ചതുപോലെ ഒന്നും ചെയ്തിട്ടല്ല, കൃപയാൽ ലഭിച്ചതാണ് എനിക്ക് ലഭിച്ച പുത്രത്വം. ആട്ടെ, ഈ യോഗം കഴിഞ്ഞ് പിരിയാൻ എല്ലാവരും നിമിഷങ്ങൾ കാത്തിരിക്കുകയാണല്ലോ. ഞാനും അതുപോലെ തന്നെ. എന്നാൽ ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്നവര് അവരുടെ തലയ്ക്ക് മുകളിലേക്ക് അവരുടെ വലത്തെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ്. അപ്പൊ ഇവിടെ വച്ച് പാപത്തിന്റെയും സാത്താന്റെയും അടിമത്വത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടി എന്നുള്ളതാണ് കർത്താവിൽ ആയി തീർന്നതിന്റെ ഫലമായി നമുക്ക് കിട്ടിയ ഒന്നാമത്തെ സെക്യൂരിറ്റി. നമ്മുടെ പൂർവകാലം അത് പാപമയമായിരുന്നു, എന്നാൽ നമ്മുടെ വർത്തമാനകാലം രക്ഷിക്കപ്പെട്ടതാണ്. ഇനി ഭാവിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ജ്ഞാനമായവൾ അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുന്നു. ലോകത്തിന്റെ ഏതെങ്കിലും ധനധാന്യങ്ങളെക്കുറിച്ചോ കെട്ടുപണികളെക്കുറിച്ചോ ഓർത്തിട്ട് പുഞ്ചിരി തൂകുന്നതല്ല. പിന്നെയോ ഒരു ദൈവവൈതൽ ഭാവിയിലേക്ക് നോക്കുമ്പോൾ അവൻ പുഞ്ചിരി തൂകുവാനുള്ള മുഖ്യ കാരണം
മറ്റൊന്നാണ്. അത് ആത്മാവിനെ സംബന്ധിക്കുന്നതാണ്. ഈ ഫിലോസോഫിക്കലായിട്ടൊക്കെ ഒത്തിരി പഠിച്ച ആളുകളൊക്കെ ചിലപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കാം. അവരോട് സംസാരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് ശകലമൊക്കെ പഠിച്ച ഒരു മനുഷ്യനാണ്. ഇന്ത്യൻ ഫിലോസഫിയുടെ പല പോരായ്മകളുണ്ട്. അതിൽ ഒരു പോരായ്മ, അല്ലെങ്കിൽ അത് പഠിച്ച ആളുകൾ എന്നോടൊന്ന് സംസാരിക്കണം, ഒരു പൂർണ്ണ യുഗം അവർക്കില്ല. നമ്മുടെ ഒരു കൺവെൻഷൻ ഒരിക്കൽ യുഗങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പെന്തക്കോസ്തുകാരുടെ ഒരു കൺവെൻഷന് പ്രസംഗിച്ച കൂട്ടത്തിൽ ഓഡിയൻസിനോട് ഞാൻ ചോദിച്ചു, ഇതേത് യുഗമാണെന്ന്. അന്നേരം ഒരു അമ്മച്ചി വിളിച്ചു പറഞ്ഞു, കലിയുഗമാണെന്ന്. അമ്മച്ചിയെ കുറ്റം പറയാനില്ല, ഇന്ത്യയുടെ കാറ്റടിച്ചതാണ്. ഒരു ആവറേജ് ഭാരതീയന്റെ ഫ്രേസാണ് ഇത് കലിയുഗമാണെന്ന്. എന്നാൽ ദൈവത്തിലെ നീ അത് പറയരുത്, നീ പറയേണ്ടത് ഇത് കൃപായുഗമാണെന്ന്. നിനക്ക് സൗജന്യമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതൊക്കെ നേടിയെടുക്കാൻ പറ്റിയ യുഗമാണിത്. ഇതെന്ന് തീരുമെന്ന് എനിക്കറിയില്ല. ഇവിടെ പലരും ആശങ്ക കാണിച്ച പോലെ ഞാനും ഒരു പ്രവാചകനല്ല. 2012 ഒരു കൺവെൻഷൻ ഉണ്ടാകുമോ അറിയില്ല. ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ അതിനേക്കാൾ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ യുഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് മനോഹരമായ ഒരു ഭാവി ഉണ്ടാകുമെന്നാണ് കർത്താവ് എന്നോട് പറഞ്ഞത്. ഈ പുസ്തകം അതാണ് എന്നെ പഠിപ്പിച്ചത്. ശോഭനമായ ഒരു ഭാവി. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇനി ഇല്ല. നീ അവന്റെ ഇടം അന്വേഷിച്ച് നോക്കും, കാണുകയില്ല. ഇന്നത്തെ പാപശാപങ്ങളൊന്നും ഏശാത്ത ഒരു സമ്പൂർണ്ണ യുഗം ഉണ്ടാകുമെന്ന് ഈ പുസ്തകം പറയുന്നു. ഇന്ത്യൻ ഫിലോസഫിയിൽ അതില്ല. ഇത് കലിയുഗമാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ക്രേത ത്രേത ദ്വാപര എന്ന് പറയുന്ന ഏറ്റക്കുറച്ചിലുള്ള 3 യുഗങ്ങൾ കഴിഞ്ഞിട്ട് കലി പിന്നെയും വരുമെന്ന്. കലിയെ ഓടിച്ചു വിട്ടാൽ അവൻ ഒന്നുകൂടെ വട്ടം കറങ്ങിയേച്ച് പിന്നെയും വരുമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ത്യൻ ഫിലോസഫിയിൽ, ഭാരതീയ ആധ്യാത്മിക ചിന്തയിൽ ആധ്യാത്മികത്തിന് ഒരു നിർണയമില്ല, ഒരു പൂർണ്ണതയില്ല. അത് സൈക്ലിക്കാണ്. ഇന്ന് കാണുന്ന തിന്മ വട്ടം കറങ്ങി വീണ്ടും വരും, വീണ്ടും 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 വരും. അതല്ലേ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, സംഭവാമി യുഗേ യുഗേന്ന്. ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. ഒരു പൂർണ്ണ അവതാരത്തെ കുറിച്ച് ഭാരതത്തിൽ ചിന്തയില്ല. ഒരു പൂർണ്ണ രക്ഷകനെ കുറിച്ച് ആശയമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കൊരു രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കല് എനിക്ക് ഈ മറച്ചു വെക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരു വലിയ യോഗത്തിൽ വളരെ ശ്രേഷ്ഠനായ ഒരു വിദേശ മിഷണറി പ്രസംഗിച്ചു കോട്ടയത്ത്. ഞാനും ഉണ്ടായിരുന്നു കേൾക്കാൻ. അദ്ദേഹം യേശുക്രിസ്തു നിസ്തുല്യനാണെന്ന് പ്രസംഗിച്ച് പോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ യോഗങ്ങൾക്കൊക്കെ സാമുദായിക പ്രമാണികളെ വിളിച്ചിരുത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ അവരെ സ്റ്റേജിന് താഴെ ഇരുത്താവുന്നതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ചൊല്ലിത്തരാം, നമുക്ക് ഒന്നിച്ചു അല്ല. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. അതിന്റെ മറുപടിയാണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ളത്. ഈ വാക്കുകൾ നമ്മുടെ കാതുകളിൽ അലയടിക്കട്ടെ. ഇത് നമ്മുടെ ആത്മാവിൽ മുഴങ്ങട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ സമാപന ഭാഗത്ത് ഇത്രയും സമയം നിങ്ങളോട് സംസാരിപ്പാൻ അനുവദിച്ച ബഹുമാന്യ ഓവർസിയർക്കും
സകല ദൈവമക്കൾക്കും നന്ദി കരേറ്റി അതിലുപരിയായി ദൈവസന്നിധിയിൽ എന്നെ ഒരു പ്രാവശ്യം കൂടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്ക് സഹായമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരം പിടിച്ച് പ്രോത്സാഹിപ്പിച്ചാട്ടെ. സ്തോത്രം. ആമേൻ. നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ചുരുക്കമായിട്ടെങ്കിലും ഒരു പ്രത്യാശയുടെ ദൂത് നൽകിയ അച്ഛന് വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തട്ടെ. തുടർന്ന് പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്ക് കർത്താവിന്റെ ദാസൻ ഒരു അഭിമാനമാണ്. പ്രൈസ് ദി ലോർഡ്.